ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഏകദേശം സമ്മറൊക്കെ കഴിയാനായിട്ടോ. അപ്പം മാക്സിമം ഈ ഒരു കാലാവസ്ഥയുള്ള സമയത്താണ് എല്ലാവരും ട്രാവൽ ചെയ്യുക. അങ്ങനെ ഞങ്ങളും ചെറുതായിട്ടൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഇന്നിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. ഈ കാണുന്നത് കോബ്ലെൻസ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ലക്സംബർഗിൽ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയധികം ട്രെയിനിൽ തിരക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്കൂൾ വിട്ട പോലെയാണ് ആൾക്കാർ ട്രെയിനിന് വരുന്നുണ്ടായിരുന്നത്. ഇതൊരു സൺഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അത്. ലക്സംബർഗിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ 3 ട്രെയിൻ മാറി കയറേണ്ട അവസ്ഥ വന്നു. അതേപോലെ തന്നെ ഓരോ മാറിക്കയറലിലും 1 മണിക്കൂർ ഡിലേയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നല്ല പോസ്റ്റ് ആയിരിക്കില്ലായിരുന്നു മെയിൻ പരിപാടി. 9 മണിക്ക് പോയിട്ട് 2 മണിക്ക് എത്തേണ്ട ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ്. നല്ല ടയേർഡായിരുന്നു. എവിടെ പോകുമ്പോഴും മെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തിന് റൂം ബുക്ക് ചെയ്യുന്നതുകൊണ്ട് അന്നത്തെ ഭാഗ്യം കാരണം മെയിൻ സ്റ്റേഷനും കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേഷനിലായിരുന്നു കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് നടക്കേണ്ടി വന്നു. എത്ര മനോഹരമായ തുടക്കം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പാലത്തിൻ്റെ മേലെ കൂടെ നടക്കുന്നത്. വെയിലുണ്ടെന്നുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു, ചെറിയൊരു ആശ്വാസം. പിന്നെ ഈ ഒരു കാണുന്ന ഫെറീസ് വീൽ അവിടുത്തെ ലിൻ ചോക്ലേറ്റ് മ്യൂസിയത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള ഒരു ഫെറീസ് വീലാണ്. പിന്നെ ഈ കത്തീഡ്രലൊക്കെ കുറച്ച് ഫേമസ് ആണ്. ഏതെങ്കിലും മൂവീസിലോ പാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്കും പരിചയമുണ്ടോ. എങ്ങോട്ടാ പോകുന്നത്, എവിടെ എത്തി എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പം പറയാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊളോൺ എന്ന് പറയുന്ന ജർമ്മനിയിലൊരു സിറ്റിയിലേക്കാണ്. വലിയ കഥയാണ്, ഒരുപാട് നടക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ കഥയൊക്കെ ഞാൻ എന്തായാലും പറയാം. ഒരുപാട് ആൾക്കാരുണ്ട്, സോ അവരുടെ ഇടയിൽ കൂടെയാണ് ഞാൻ സംസാരിച്ച് നടക്കുന്നത്. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു കത്തീഡ്രൽ ഉണ്ട്, കാണിച്ചു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ സംസാരിച്ച കൊളോൺ കത്തീഡ്രൽ. ഇവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ ആക്ടിവിറ്റി ഒരു ക്രൂസ് ജേർണി ആയിരുന്നു. ഈ KD ക്രൂസിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കയറുമ്പോൾ തന്നെ ഈ ക്രൂസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ റിസപ്ഷൻ ഡെസ്കിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പർ ഡെക്ക്, ലോവർ ഡെക്ക്, അതേപോലെ തന്നെ വാഷ്റൂംസ്, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും പ്ലസ് ഒരു ചെറിയ ഒരു കഫേ പോലത്തെ ഒരു സെറ്റപ്പും ഈ ക്രൂസിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രൂസ് കരവിട്ട് പോവുകയാണ്. ഈ റൈൻ നദിയിലൂടെയുള്ള ഈ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു. അങ്ങനെ വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കൊളോണിൽ എത്തിയിട്ടുണ്ട്. കൊളോണിൽ എത്തിയതിൻ്റെ ശേഷം ഓടിപ്പടച്ച് നമ്മൾ റൂമിലേക്ക് പോയി ലഗേജൊക്കെ വെച്ചു. എന്നിട്ട് നേരെ ഓടി വന്നത് ഇങ്ങോട്ടാണ്. ഇതൊരു 1 hour ഒരു ക്രൂസ് ജേർണിയാണ്. നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചതാം. ഇപ്പൊ നമ്മളൊരു പാലത്തിന്റെ അടിയിൽ കൂടെ പോവാണ്. നല്ല ഓട്ടപ്പാച്ചലാണ്. ഇവിടെ മലയാളം അറിയുന്ന ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷേ അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ നല്ല ടയേർഡാണ്. ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചതാം. ഇവിടെ അപ്പർ ഡെക്കിലായിരുന്നു ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പെർഫോമൻസോ കാര്യങ്ങളോ ഒക്കെ നടക്കാനായിരിക്കും ആ സ്റ്റേജ് ഉണ്ടാവുക. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കഫേ. റേറ്റ് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പുറത്ത് കിട്ടുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതലായിരുന്നു. കോഫി, പിന്നെ ബിയർ, പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം, അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു.
ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ ഒരു ക്രൂസ് ജേണി എന്ന് പറയുന്നത്. സോ നിങ്ങൾ അഥവാ കൊളോണിൽ വരാനൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൂസ് ജേണി എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വരുന്നു, റൂമിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു, അതിനുശേഷം ഇറങ്ങുന്നു. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ലിൻഡിൻ്റെ ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എത്താൻ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് മ്യൂസിയത്തിൽ പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ ഈ ക്രൂസിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദൂരം പോയി ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ സൈഡിലേക്കാണ് കാറ്റും വെയിലൊക്കെ ഉള്ളത്. കൊള്ളാം, നല്ല സൺസെറ്റ് ഒന്നും ആയിട്ടില്ല ഇവിടെ. സമ്മർ ജസ്റ്റ് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. സൺസെറ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും അടിപൊളി. Just over 157 meters, Cologne Cathedral is the second highest church in Germany. Only the ഏകദേശം ക്രൂസ് ജേണി കഴിയാനായപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ താഴത്തെ ഡെക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചത്. അവിടെ അധികം ആരും ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഓപ്പൺ എയറിൽ കാറ്റ് കൊണ്ട് പോകാൻ തന്നെയായിരുന്നു മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും വെറുതെ ഒന്ന് പോയി നോക്കി, താഴെയൊക്കെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങളെ ക്രൂസ് ജേണി ഏകദേശം ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ താഴത്തെ ഡെക്കിലും വന്നു, അവിടേക്കൊന്ന് ചുറ്റി അടിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ ഇതാ എക്സിറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം അടുത്തെത്താനായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് കരയ്ക്ക് അടുപ്പിക്കുന്ന ആ ഒരു ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചിട്ട് ഞങ്ങളൊരു മലയാളി ഫാമിലീനെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ കൊളോണിലുള്ള ശരവണ ഭവനിലേക്കാണ് പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. ലക്സംബർഗിൽ വന്നതിൻ്റെ ശേഷം ആകെ 1-2 വട്ടം മാത്രമേ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ണുപെട്ടൊരു ഐറ്റം ആയിരുന്നു ശരവണ ഭവൻ. പിന്നെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ശരവണ ഭവനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല, എന്നാൽ ഭയങ്കര ചീപ്പും ആയിരുന്നില്ല. ഒരു മിഡിൽ റേഞ്ച് ആയിരുന്നു കേട്ടോ ഐറ്റംസിനൊക്കെ ഉണ്ടായിരുന്നത്.
അങ്ങനെ നല്ലൊരു സൂപ്പർ മസാല ദോശയും വെജിറ്റബിൾ ബിരിയാണിയും ഗോബി ഫ്രൈയും ഒക്കെ കഴിച്ചുകൊണ്ട് കൊളോണിലുള്ള നമ്മുടെ ആദ്യത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി നേരെ റൂമിൽ പോകണം, നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. പിറ്റേ ദിവസം കാണാം. ബൈ.